ലീഗിൽ അഞ്ചാമതൊരു മന്ത്രിസ്ഥാനം അത് ഉറപ്പിച്ചിരിക്കുന്നു. അത് ആരാകുമെന്നുള്ള സംശയങ്ങൾക്കിടെ ഇതാ മറ്റു ചില വാർത്തകൾ കൂടി വരികയാണ്. റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. മുസ്ലിം ലീഗിൽ മന്ത്രിസ്ഥാനത്തേക്ക് പി.കെ. ബഷീറിനായി സമ്മർദ്ദം. കെ.എം. ഷാജിക്ക് ഇത് തിരിച്ചടിയായേക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താനാകുന്നത്. ഒഴിവാക്കാനുള്ള നീക്കത്തിൽ പി.കെ. ബഷീർ അതൃപ്തി അറിയിച്ചിരുന്നു. അതേസമയം മന്ത്രി പദവിയിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലാണ് കെ.എം. ഷാജി. PS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, അങ്ങനെ ലീഗിൽ സാധാരണ ഒറ്റപ്പേരിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാറില്ല. ഇതിപ്പോൾ ചെറിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ പി.കെ. ബഷീർ വളരെ സീനിയറായ ഒരു നേതാവാണ്. അദ്ദേഹം മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചിരുന്നതാണ്, കിട്ടുമെന്ന് കരുതിയിരുന്നതാണ്. അവസാന നിമിഷം കോഴിക്കോട്ടേക്ക് ഒരു പേര് എന്ന നിലയ്ക്ക് പോയപ്പോൾ ഒഴിവാക്കപ്പെട്ടതുമാണ്. എന്താണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ? വിനിത, ഈ തുടർഭരണം ഉണ്ടായപ്പോൾ ഒരു ടേം മിസ്സായതിന്റെ ഒരു കുഴപ്പമാണ്. കാരണം എല്ലാവരും സീനിയർ നേതാക്കന്മാരാണ്. നേരത്തെ മന്ത്രിസ്ഥാനം കിട്ടേണ്ടിയിരുന്നവരും പിന്നീട് അതിൽ ഇപ്പോൾ തുടർഭരണം ഉണ്ടായപ്പോൾ ഒഴിവായി പോയവരും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തർക്കം വളരെ ശക്തമായി നിലനിൽക്കുന്നു. ഇന്നലെ പി.കെ. ബഷീറിനെ വെട്ടി എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് പി.കെ. ബഷീറിനെ അങ്ങനെ വെട്ടാൻ സാധിക്കില്ല. പി.കെ. ബഷീർ വളരെ ശക്തമായി തന്നെ ആ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി രംഗത്തുണ്ട്. പി.കെ. ബഷീർ സമ്മർദ്ദം ചെലുത്തുന്നു. ഇന്നലെ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി പി.കെ. ബഷീർ സംസാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ പി.കെ. ബഷീർ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ വെട്ടുന്നത് ആരെ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. കെ.എം. ഷാജിയെ വെട്ടാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. കാരണം മലപ്പുറത്ത് നിന്ന് എല്ലാ നേതാക്കന്മാരും എല്ലാ മന്ത്രിമാരും മലപ്പുറത്ത് നിന്നായാലുള്ളൊരു പ്രശ്നം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് പി.കെ. ബഷീറിനെ വെട്ടുമ്പോൾ പി.കെ. ബഷീറിനെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ മലപ്പുറത്ത് നിന്ന് ഒരാളെ വെട്ടേണ്ടി വരും. കെ.എം. ഷാജിയാണ് അങ്ങനെ വെട്ടാൻ സാധ്യതയുള്ള ഒരാൾ. അങ്ങനെ വെട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കെ.എം. ഷാജിയും അഡമൻ്റായ ഒരു സ്റ്റാൻഡ് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പി.കെ. ബഷീറും കെ.എം. ഷാജിയും തമ്മിലുള്ള ഒരു തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നു. രണ്ടുപേരും മന്ത്രി പദവി എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഇനിയിപ്പോൾ മറ്റൊരു കോംപ്രമൈസ് സാധ്യതയുള്ളത് ഒന്നുകിൽ പാറക്കൽ അബ്ദുള്ളയെ അല്ലെങ്കിൽ അബ്ദുൾ ഗഫൂറിനെ മാറ്റി നിർത്തേണ്ടി വരും. അങ്ങനെ ഒരു കോംപ്രമൈസിലേക്ക് ലീഗ് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോഴുള്ള രണ്ട് നേതാക്കന്മാർ ഞാൻ നേരത്തെ ലൈവിൽ പറഞ്ഞതാണ്. പി.കെ. ബഷീർ രണ്ടാമതായി എണ്ണിയ നേതാവാണ്. മന്ത്രിസ്ഥാനത്തേക്ക് പി.കെ. കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞാൽ പി.കെ. ബഷീറിന് എണ്ണിയതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒഴിവാക്കുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. കെ.എം. ഷാജിയെ ഒഴിവാക്കുക അത്ര എളുപ്പമല്ല. എം.കെ. മുനീർ ഇല്ലാത്ത സാഹചര്യത്തിൽ ആ ഗ്രൂപ്പിന്റെ ഒരു മാനേജർ എന്ന രീതിയിൽ എം.കെ. മുനീറിനെ അങ്ങനെ ഒഴിവാക്കാൻ സാധ്യമല്ല. ഒരു യുവ നേതാവ് എന്ന രീതിയിൽ കെ.എം. ഷാജിയെ ഒഴിവാക്കാൻ സാധ്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കെ.എം. ഷാജിയും പി.കെ. ബഷീറും തമ്മിലുള്ള ഒരു തർക്കം ആ സമ്മർദ്ദത്തിൽ വെട്ടിപ്പോവാൻ ഇനി ആരെങ്കിലും, അതായത് അബ്ദുൾ ഗഫൂറോ അല്ലെങ്കിൽ പാറക്കൽ അബ്ദുള്ളയെ പോലുള്ള ആളുകൾ വെട്ടിപ്പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പാറക്കൽ അബ്ദുള്ളയ്ക്ക് കോഴിക്കോടിന്റെ കോട്ടയിലാണ് പാറക്കൽ അബ്ദുള്ള, തെക്കൻ കേരളത്തിന്റെ കോട്ടയിലാണ് അബ്ദുൾ ഗഫൂർ ഉള്ളത്. ഈ രണ്ട് കോട്ടകൾ ഏതെങ്കിലും വെട്ടി കെ.എം. ഷാജി അക്കോമഡേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. കാരണം കെ.എം. ഷാജിക്ക് വേണമെങ്കിൽ കോഴിക്കോടിന്റെ കോട്ടയിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം കോഴിക്കോടാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. വേങ്ങരയിൽ മത്സരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും സമ്മർദ്ദം ശക്തമാക്കുകയാണ് രണ്ട് നേതാക്കന്മാരും, പി.കെ. ബഷീറും കെ.എം. ഷാജിയും. ശരി, ഏതായാലും സമ്മർദ്ദമുണ്ട്. പി.കെ. ബഷീറിനായി കെ.എം. ഷാജിയെ ഒഴിവാക്കുമോ എന്നതാണ്. ഒപ്പം ഗഫൂറിന് പകരം A.K. അഷ്റഫ് വരുമോ എന്നങ്ങനെ നിരവധി രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട്. ലീഗ് ക്യാമ്പിൽ നിന്ന് ഓരോ അപ്ഡേറ്റുകളും VS രഞ്ജിത്ത്, നമ്മുടെ പ്രിയപ്പെട്ട